പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല കേട്ടോ. പോക്കറ്റിൽ ആവശ്യത്തിന് പണം ഉറപ്പിച്ചേ മീൻ വാങ്ങാൻ പോകാവൂ എന്നാണ് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ സംസാരം. അവിടെ നിന്നും പ്രവീൺ ചേട്ടൻ എന്താണ് പറയുന്നത് നോക്കാം. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 1 കിലോ മത്തിക്ക് ഇന്ന് എത്ര രൂപയാണെന്നറിയാമോ? അയിലയ്ക്കും വില കൂടുതൽ തന്നെയാണ്. വില കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു മീൻ വിൽക്കുന്ന കടയിലാണ്. ഇവിടെ എല്ലാ ഇനത്തിൽപ്പെട്ട മീനുകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ മീനുകൾക്കൊക്കെ വലിയ വിലയാണ് ഉള്ളത്. കച്ചവടക്കാരനോട് തന്നെ ചോദിച്ചു നോക്കാം. മത്തിക്കും അയലയ്ക്കും ഒക്കെ ഇന്ന് എങ്ങനെയാണ് വില? മത്തിക്ക് 340 രൂപ, അയലയ്ക്ക് 340 രൂപ, നെത്തോലി 200 രൂപ, ചെമ്പല്ലി 200 രൂപ, കണനയിലുണ്ട് 200 രൂപ, കിളിയുണ്ട് 260 രൂപ, കേരയുണ്ട് 400 രൂപ, കൊഞ്ച് 360 രൂപ, ഞണ്ടുണ്ട് 360 രൂപ. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഏത് മീനാ? അപ്പോൾ മത്തിക്ക് എത്രയെന്ന് പറഞ്ഞാൽ 330 അല്ലേ? ഏതാ 340. ഇതിന് മുമ്പ് എത്ര രൂപയായിരുന്നു മത്തിക്ക്? 200 രൂപ, 240 രൂപയൊക്കെ ആയിരുന്നു. ഏറ്റവും കുറവ് വിലയുള്ള മീൻ അതപ്പോൾ? ഇപ്പം നെത്തോലിയും കിളിക്ക് വില കുറവാ, ഉലുവായ്ക്ക് വില കുറവാ, ചെമ്പല്ലിക്ക് വില കുറവാ, അതൊക്കെയാണ് വില കുറവുള്ളത്. മീൻ വാങ്ങാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ മുതലാകുമോ അത്? ഇപ്പോൾ നമ്മൾ മത്തിക്ക് വില 330 രൂപ വില പറയുന്നുണ്ട്. എല്ലാ മീനുകളും വില കൂടുതലാണ്. ഇപ്പോൾ ചെറിയ മീൻ ഇപ്പം പുള്ളി പറഞ്ഞ പോലെ ചെറിയ നത്തോലിക്ക് മാത്രമേ വില കുറവുള്ളൂ. ഏതാ വാങ്ങിച്ചപ്പോൾ? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മീൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി കൊഞ്ച് വാങ്ങിച്ചു. കൊഞ്ചിന് പൊന്നും വിലയാണല്ലേ? അതെ പൊന്നും വിലയാണ്. കൊഞ്ചിന് എത്ര രൂപ കൊടുത്തു? ഇപ്പോൾ 500 രൂപ വില പറഞ്ഞിരിക്കുന്നത്. 500 രൂപ പറഞ്ഞു നിർത്തിയേക്കാണ്. അതെ വില പറഞ്ഞ രീതിക്കാണ്. സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ഈ മീനൊക്കെ സ്ഥിരം കഴിക്കുന്ന ആളുകൾക്ക് ഇതില്ലാതെ കഴിക്കാനും പറ്റില്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പം എത്ര വിലയാണെങ്കിലും ആളുകൾ വാങ്ങിക്കും, അങ്ങനെയാണോ? അതെ പൊതുവേ നമ്മൾ മാംസത്തെക്കാളും കൂടുതലായിട്ട് ഫിഷാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ മീനിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോഴേ കൊഞ്ചുണ്ട്, കിളിമീനുണ്ട്, മത്തിയുണ്ട്, അയിലയുണ്ട്, തുണ്ടൻ മീനുണ്ട്. റോഡരികിൽ തന്നെയാണ്. കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം തോന്നും. പക്ഷേ പോക്കറ്റിലുള്ള പൈസയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഏതായാലും ട്രോളിംഗ് നിരോധനമാണ്. മീനിന് വലിയ വില തന്നെയാണ്. സാധാരണക്കാർക്ക് വലിയ വില കൊടുത്ത് മീൻ വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.